ഹലോ, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡാൻസിൻ്റെ കണ്ട കോലം, കാട്ടാളൻ കോലമില്ലേ, അതൊക്കെ മാറ്റിയിട്ട് നല്ലൊരു കോലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബാർബർ ഷോപ്പിലേക്ക് പോവുകയാണ്. ബാർബർ ഷോപ്പ് പോവാ, അതിനാണ് നമ്മുടെ ഐലൻഡിൽ ഒരൊറ്റ ബാർബർ ഷോപ്പ് ഉള്ളു കേട്ടോ. അപ്പോൾ ആള് കുറച്ച് ദിവസമായിട്ട് ലീവിലായിരുന്നു. ബംഗ്ലാദേശിലുള്ള ആളാണ് ഇവിടെ ഇത് ചെയ്യുന്നത്. അപ്പോൾ അവൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. താടി മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം പോയിട്ട്. എല്ലാവരും കാട്ടാളനായി എന്ന് പറയുന്നുണ്ട്. താടിമുടിയൊക്കെ സീനായിട്ട് അത് ചെന്നിട്ട് ഒന്ന് സെറ്റപ്പ് ആക്കണം. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഓനക്കാണെങ്കിൽ ഇംഗ്ലീഷും അറിയില്ല, എനിക്കാണെങ്കിൽ ഓൻ്റെ ഭാഷ അറിയില്ല, ഹിന്ദി എനിക്കറിയില്ല. അപ്പോൾ ഒരുവിധം പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ് വേണം മുടിയും താടിയൊക്കെ വെട്ടിക്കാൻ. എന്താവും എന്തോന്നുള്ളത് കണ്ടറിയാം. അപ്പോൾ നമ്മളിതൊരു വണ്ടിയൊക്കെ ഉണ്ട്, ഡ്യൂട്ടി കഴിഞ്ഞിരിക്കുക. പിന്നെ വണ്ടി എടുത്ത് വന്ന് നമുക്ക് അവിടേക്ക് പോയി നോക്കാം. ഹിന്ദിയാണെന്നുണ്ടെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം, എനിക്കറിയാം. എന്നിട്ട് വേണം എന്നെ മൊട്ടടിച്ച് വിടാൻ. കൊറേ പോണോ? ആ, ഈ ഐലൻഡിന്റെ മറ്റേ എൻഡില്ല, ഒരു 5 മിനിറ്റ്. നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ലല്ലോ ഇതുവരെ. മീൻസ് നടന്നിട്ട് പോലും പോയിട്ടില്ലല്ലോ ആ റോഡൊന്നും. ഇല്ലല്ല, ചാറ്റൽ മഴ ഉണ്ടല്ലോ താൻച്ചേ. ചാറ്റൽ മഴ ഉണ്ട്. മഴ പെയ്ത് തുറന്നിട്ടുള്ളൂ കേട്ടോ. ഇപ്പൊ നമ്മള് നാട്ടിലൊക്കെ ആണെങ്കിൽ ഹെൽമെറ്റ് ഒക്കെ വെച്ച് എന്തേന്നല്ലേ നമ്മള് കല്യാണം കഴിഞ്ഞ സമയത്ത് വിരുന്നൊക്കെ പോയിന്ന്. പക്ഷെ ഇവിടെ നോക്ക്, ആരും ഹെൽമെറ്റ് ഒന്നുമില്ലല്ലോ. ഹെൽമെറ്റ് ഇവിടെ ഐലൻഡുകളിൽ ഹെൽമെറ്റിന്റെ ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ മാല ക്യാപിറ്റൽ സിറ്റിയിൽ ആവശ്യമില്ല. പക്ഷെ മാലിന്ന് നമ്മളെ ഹുളുമാല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അപ്പുറത്ത് ബ്രിഡ്ജ് കഴിഞ്ഞ് പോണം. അവിടെ മാത്രമാണ് ഹെൽമെറ്റ് യൂസ് ചെയ്യേണ്ടത്. അവിടെ ഹെൽമെറ്റ് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫൈൻ കിട്ടും. ഈ കോലൊന്ന് കണ്ടോ കേട്ടോ, ചിലപ്പോ ഇങ്ങനെ ആവൂല ഇറങ്ങി വരും. ഷോർട്ട് ടു സൈഡ്, then beard also shape. താടി മൊത്തെടുത്താലോ? അതിന് നല്ല ഇന്നെ കൊല്ലല്ലേ, താടി മൊത്തട്ട് കളിക്കരുത്. ഞാൻ 2013 ലാസ്റ്റ് ക്ലീൻ ഷേവ് ചെയ്ത്. പിന്നെ ഇതുവരെ ചെയ്തിട്ടില്ല. ഇല്ല, അത് അന്ന് ബെറ്റ് വെച്ചതാ. അർജന്റീനയും ചിലിയും ബെറ്റ് വെച്ചിട്ട് അർജന്റീന തോറ്റു. അന്ന് ലാസ്റ്റ് ക്ലീൻ ഷേവ് അടിച്ച്. അതിനുശേഷം പിന്നെ താടിന്റെ മേലെ ബെറ്റ് വെക്കാൻ പോയിട്ടില്ല. ഒരു മാറ്റം വേണ്ടേ? നല്ല രസമല്ലേ? വേണ്ട, ആ താടി തൊട്ടില്ല, മാറ്റം വേണ്ട. താടി വേണം. വിശ്വാസത്തെ പിള്ളേച്ചല്ലേ താൻച്ചേ, അതിന്റെ പോലെ ചെവിമത്തൊക്കെ രോമം എടുക്കുന്നുണ്ടല്ലോ. മുടി കെട്ടുമ്പോ എന്തോ ഒരു പാവന്റെ കുട്ടി. മുടി കെട്ടുമ്പോ ഇവിടെ എണീറ്റ് ഓടണോ? ഹെയർ കട്ട് കഴിഞ്ഞതാ താടി വെക്കെത്തി. താൻച്ചേ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ മൊത്തം എടുക്കാന്. പിന്നെ മാസ്ക് വെച്ച് കിടക്കേണ്ടി വരും. കൂടുതലും മുറിക്കണ്ടോ നോക്കട്ടോ. Here. താടി അവിടെ വെച്ചിട്ട് മീശ അടിച്ചാലോ നമുക്ക്? അനക്ക് ഞാൻ ഇങ്ങനെ പോണ പറ്റണില്ല അല്ലേ? നമ്മളെ ഈ താടി ഉണ്ടായിട്ട് തന്നെ പേര് ദോഷാണ്. ഈ മീശയും കൂടി പഠിച്ച് താടിക്ക് വെച്ച് കഴിഞ്ഞാ അടിപൊളിയാവും. ഒരു ലെയറും കൂടി ഇല്ലല്ല, ഇനി എടുക്കൂല. തമ്പുരാൻ അറിയാം. കളർ വെക്കണത് അന്നേക്കും വേണോ? അച്ഛനെ പറയും.
സുന്ദരനാവുന്നുണ്ടല്ലോ. ലിപ്പില് അപ്ലൈ ചെയ്യുവോ? നല്ല മധുരമുണ്ട്. ആ കുളിക്കാത്തവരെ കണ്ടാലേ അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. അപ്പൊ കുളിപ്പിക്കാണ്. എന്റെ മുഖത്തേക്കത്ത് ഞാൻ ആലോചിച്ചു നോക്കുന്നത്. രക്ഷയില്ല സാധനം. എന്താ അവസ്ഥ? വല്ല മാറ്റമുണ്ടോ? സൂപ്പർ ആയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടായിട്ടോ. നല്ലതാണോ? ആ താടി ഒന്ന് എന്താ പറയാ കനം കുറച്ച് ഹെയർ നല്ല നീറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടുത്തെ 70 റുപ്യ ആയത് കേട്ടോ. അതായത് നാട്ടിലത്തെ 350. ആ അത് വരും അത് നോക്കണ്ട. നാട്ടില് ശരിക്കും എത്ര 100 രൂപ? നാട്ടില് ഇപ്പോഴും നാട്ടില് കൊടുക്കണ്ടേ 200 250 കൊടുക്കണ്ടേ? മുടി കട്ട് ചെയ്യണേന് അങ്ങനൊന്നും ഇല്ല. ഉണ്ട് നാട്ടില് ആ പൈസ ഓരോ മോഡലിന് ഇതാക്കിയാലേ റേറ്റ് കൂടുതലുള്ളൂ. ആ നാട്ടിലത്തെ 350 കൊടുത്താലെന്താ? ഹെയർ കട്ടും പിന്നെ താടി എജാതി മസാജ് അറിയാം. എനിക്ക് പോയി നോക്കിയാലോ? മഴ ചാറുന്നുണ്ടല്ലോ. ബാക്കൊക്കെ നല്ല രസാക്കിയിട്ടുണ്ട് കേട്ടോ. ആണോ? അടുത്ത നമ്മള് തുർക്കിക്കാ പോണത് ഹെയർ ട്രാൻസ്പ്ലാന്റിന്. കുറച്ചും കൂടി കഴിയട്ടെ, ഒക്കെ ശരിയാവും. കേറിക്കോ. ഇതൊക്കെ നനഞ്ഞിട്ടുണ്ട്. ഇരുന്നാ ശരിയാവും. ആടി ഇനി അതും കൂടി ഞാൻ ചെയ്തുതരാം. സ്ലിപ്പ് ആവുന്നുണ്ട് ഡ്രൈവ് ചെയ്യുമ്പോ. മണലായിട്ടാടി. എനിക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ചെയ്ത് പോവല്ലേ. കോഴിയെ എല്ലാ പെൺകുട്ടികളെയും കണ്ടു. ഒരാള് നമ്മളെ നോക്കണത് നമ്മളെ കുറ്റം കൊണ്ടാണോ? അത് നോക്കുന്നുണ്ടല്ലോ താൻഷേ. അറിയുന്ന അങ്ങനെ കൊറേ ദിവസത്തെ കാട്ടാളക്കോലൊക്കെ മാറ്റിയിട്ട് നല്ലൊരു എന്താ പറയാ നല്ലൊരു വൃത്തിയുള്ള മനുഷ്യനാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതാ തിരിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടല്ലോ താൻഷേ. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നത് വെച്ചെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.